എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാർത്തകളിൽ കണ്ട ഒരു കാര്യം തന്നെ അൻസിബ വന്ന് ടിനി ടോമിനെതിരെ കുറെ ആരോപണം പറഞ്ഞതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാം, ഈ അമ്മ സംഘടനയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഒത്തിരി ചീഞ്ഞ് നാറുന്നുണ്ട്, വല്ലാതെ നാറുന്നുണ്ട്. പക്ഷെ എന്ത് നാറിയാലും എന്ത് കൊലപാതകം നടന്നാലും അവർക്ക് അതിനുള്ളിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരാളെന്നില്ല, സകല ആൾക്കാർക്കും ഒരേ ഒരു വാശിയുണ്ട്. നീനാക്കുറുപ്പിന്റെയൊക്കെ വോയിസ് നമ്മൾ കേട്ട ഒരേ ഒരു വാശി, ഒന്നും പുറത്തു പോവല്ലോ, എല്ലാം അതിനുള്ളിൽ രഹസ്യമായിട്ട് തീർക്കണം. എന്ത് കോംപ്രമൈസ്, എന്ത് ചർച്ച, എന്തിനും അവർ തയ്യാറാ. പക്ഷെ ഒന്നും പുറത്തു പോകരുത്, പുറത്തു പോയി പൊതുജനം അറിയരുത്. അതിന്റെ കാര്യം ഒരുപക്ഷെ അവരെ നമ്മൾ പൊതുജനം ആരാധിക്കുന്ന വിഗ്രഹങ്ങളായിരിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആ മനസ്സിലെ അവരുടെ ആ വിഗ്രഹം ഉടഞ്ഞു വീഴുമോ എന്നുള്ള പേടി കൊണ്ടാവാം. എല്ലാം അവിടെ വെച്ച് സോൾവ് ചെയ്യാം. അപ്പൊ അവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള അതുലിയെ വളരെയധികം ഉപദ്രവിക്കാൻ നോക്കിയ ട്രഷററായ ഉണ്ണി ശിവപാലിന്റെ ശിങ്കിടിയായിട്ട് നിന്നിട്ട് കുക്കു പരമേശ്വരൻ അവസാനം ആ പെങ്കൊച്ച് ഇവരുടെ ഒന്നും ഒരു ആഗ്രഹത്തിനും കിടന്നു കൊടുക്കാൻ ആ പെങ്കൊച്ച് തയ്യാറായില്ല. ഇത്രയേ ഉള്ളൂ. കിടന്നു കൊടുക്കുമായിരുന്നെങ്കിൽ ആ കൊച്ചിന് അവിടെ രാജ്ഞിയെ പോലെ വാഴായിരുന്നു ആ പെണ്ണിന്. അതല്ല എങ്കിൽ നീ കക്കൂസും കഴുകി ചായയും വെച്ച് നടന്നാണ് ഉണ്ണി ശിവപാൽ പറഞ്ഞ്. ആ പെങ്കൊച്ച് രണ്ടാമത്തെ വഴി സ്വീകരിച്ചു. അപ്പൊ പിന്നെ വേറെ എന്താ ചെയ്യുക? അടുത്ത ഉടനെ തന്നെ കുക്കു പരമേശ്വരൻ ഒറ്റയ്ക്ക് കഴിയുന്ന ഏകാന്ത കാമുകൻ, അതായത് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഉണ്ണി ശിവപാൽ. അപ്പൊ അയാളുടെ ഏകാന്ത കാമുകന് കമ്പനി കൊടുത്തേ പറ്റുള്ളൂ മറ്റേ അതുല്യ. അതിനു വേണ്ടി പറഞ്ഞു. ഏതായാലും എന്നിട്ട് സെക്യൂരിറ്റിയെ കൂട്ടി വൃത്തിയോട് പറയാം. അതുപോലെ തന്നെ പല ഉപദ്രവമായി അതിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. പിന്നീട് ഇപ്പൊ അത് നല്ല മെഡിക്കൽ പെങ്കുച്ച നട്ടലുള്ളതുകൊണ്ട് കേസുമായിട്ട് ഇറങ്ങി തിരിച്ചു. ഉടനെ ഇവര് ശിവപാലിനെ പിടിച്ച് ദുബായിക്ക് വിട്ട് കുക്കു പരമേശ്വരന്റെ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി. അതും ഇതൊക്കെ മീറ്റിംഗ് കൂടി ഒരു ഒപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ അവിടെ ഇവിടാൻ തൊടാതെ ആർക്കും കുഴപ്പം, അവർക്കും വലിയ ശിക്ഷ കൊടുത്തില്ല, നാട്ടുകാരുടെ കണ്ണിലും പൊടിയിട്ട് അങ്ങനെ ഒന്ന് ഒപ്പിച്ച് വെച്ചിരിക്കുക. അതുല്യ പക്ഷെ പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് ജോലിയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഉണ്ണി ശിവപാൽ വന്നിട്ട് മാപ്പെഴുത്തരാതെ സമ്മതിക്കില്ല, അല്ല കേസുമായിട്ട് പോകുന്നു, എന്തൊക്കെയാ കുട്ടിയും പറയുന്നുണ്ട്. അതും വിട്ടുവീഴ്ചയൊന്നും ചെയ്തില്ല. ഇപ്പം ജനറൽ സെക്രട്ടറി എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു കുക്കു പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി എങ്ങാണ്ടായിരുന്നു തോന്നുന്നു അൻസിബ ഇപ്പൊ അന്നൊരിക്കൽ പെട്ടെന്ന് നമ്മൾ ആദ്യം കേൾക്കുന്ന വാർത്ത തന്നെ അൻസിബ രാജിവെച്ചു പോയി. പത്രക്കാരെല്ലാം ചോദിച്ചപ്പോ തിരക്ക് മൂലമാണ് എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ ഇപ്പം അതുല്യ വന്ന് നല്ല അന്തസ്സായിട്ട് കേസ് കൊടുത്ത് പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി പ്രസ്സിൽ മീഡിയക്കാരോടുള്ളൂ പറഞ്ഞ് കേസുമായിട്ട് പോയിട്ട് കാലെ വീഴണം ഉണ്ണി ശിവപാൽ എന്നുള്ള ചെയ്തതിനെല്ലാം. ഉണ്ണി ശിവപാൽ ഈ അൻസിബയും മോഹൻലാലിനെയും കൂട്ടി പറഞ്ഞത് അറക്കുന്ന അവിഹിതമാണ് പറഞ്ഞൊപ്പിച്ച്. അതേപോലെ കുക്കു പരമേശ്വരനും ഒക്കെ എല്ലാവരും അൻസിബയും മോഹൻലാലിനെയും കൂട്ടി അവിടെ അപവാദം പറഞ്ഞിട്ടുണ്ട്. അതുല്യം സെക്യൂരിറ്റിയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും ഈ പഴയ കാലത്തെ ചായക്കടയിൽ അമ്മാവന്മാര് പറയുന്നു അതിനെക്കാട്ടും വലിയ പരിദൂഷണമാണ് അമ്മ സംഘടനയ്ക്കുള്ളിൽ നടന്ന്. എന്നിട്ട് പോലും അൻസിബ ഒരക്ഷരം മിണ്ടാത്തതിന്റെ കാരണം പറയുന്ന ചാൻസ് പോകുമെന്ന്. ഈ മലയാള സിനിമയിലെ സ്ത്രീകൾ മുഴുവൻ കോംപ്രമൈസിന് തയ്യാറായി ഫീൽഡ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി ഫീൽഡിൽ നിന്ന് ഔട്ട് ആകുമെന്ന് ഓർത്ത് ഇവരെല്ലാം ഈ കോംപ്രമൈസിന് തയ്യാറാകുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഈ ഫീൽഡിലേക്ക് ചെന്ന് വിട്ടു, പേരും പ്രസക്തി എല്ലാം കിട്ടി, അതില്ലാതെ പിന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഇവര് പ്രതിഷേധത്തിന്റെ സൗണ്ട് പറഞ്ഞാൽ നമുക്കറിയാം, പാർവതി തിരുവോത്തല്ല അങ്ങനെയുള്ളവരൊക്കെ പിന്നീട് അങ്ങ് ഔട്ടാകുന്ന ഒരു രീതിയെ അഭിനയമൊന്നും അല്ല മെയിൻ എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞാണ്. അപ്പൊ അങ്ങനെ ചാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരൊക്കെ പിന്നെ കോംപ്രമൈസ് ആണ്, പിന്നെ അങ്ങ് ഒതുങ്ങിക്കൊടുക്കലാണ് ഇവരുടെയൊക്കെ പണി. ഇപ്പൊ അൻസിബ അതുല്യ അത്ര മിടുക്കിയായിട്ട് പ്രതികരിച്ചപ്പോ അൻസിബ വന്ന് ഇപ്പൊ സത്യം പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോന്റെ. അൻസിബ തുറന്നു പറയുന്നുണ്ട്, പിന്നെ ചാൻസ് കിട്ടാതിരിക്കുമെന്നോർത്താണ്, അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോർത്താണ് പറയായിരുന്നത്. അൻസിബയെ പോലെ ഒരു പെണ്ണാണ് അപ്പുറത്ത് അതുല്യ. അവര് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷെ അവര് നല്ല പ്രതികരണ ശേഷിയുണ്ട്, നട്ടലും ഉണ്ട്, അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയാൻ ഇല്ല എന്നല്ല പറയണ്ട, എല്ലാം ഉണ്ട്. അത് കാരണം അവര് നല്ലപോലെ പ്രതികരിച്ചു. അത് കണ്ട് അൻസിബ ഇപ്പൊ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആർക്കെതിരെയാന്ന് ചോദിച്ചാൽ ടിനി ടോമിന്റെ ആ ഒരു തരം കുത്തിക്കഴപ്പെന്നൊക്കെ തന്നെ പറയാം, ആ ഭാഷ തന്നെ ഉപയോഗിക്കാം. കാരണം അങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു സ്ഥാനത്ത് കയറിയിരിക്കുമ്പോഴത്തേനും ഒരു കിരികിരിപ്പ് ഇതിന്റെ അകത്ത് പറയേണ്ടി വരികയാണെന്ന് വെച്ചാൽ അയാൾ വഷളത്തരത്തിനൊക്കെ അൻസിബയുടെ അടുത്ത് ചെല്ലുന്നു, അൻസിബ അവോയ്ഡ് ചെയ്ത് വിടുന്നു. അപ്പൊ നീ വേറെ വല്ലവരോടൊക്കെ ആകാം, പിന്നെ എന്നോടായാൽ നിനക്ക് എന്താ കുഴപ്പം എന്നൊരു ചിന്താഗതി വരുന്നുണ്ട് ഇതിന്റെ അകത്ത്, എനിക്ക് കേട്ടിടത്തോളം മനസ്സിലായ. അപ്പൊ അതിന് സമ്മതിക്കാത്തപ്പോ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുക. അൻസിബ അങ്ങ് പുറകെ നീ അവൾ മത തീവ്രവാദിയാണ്, അവൾ ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാരെ ചേർക്കാൻ നോക്കുന്നു. അല്പം താമസിച്ചു വന്ന ഉടനെ പറയാം അവളുടെ ജീനിന്റെ ഗുണം കാണിച്ചു. അവളല്ല ജീനിന്റെ ഗുണം കാണിച്ചു, ഇയാളാണ് ഇപ്പൊ ജീനിന്റെ ഗുണം കാണിച്ചിരിക്കുന്നത് അല്ലേ?
ഇയാളുടെ ആ സ്വഭാവം ഒന്ന് ഓർത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭീതം പറഞ്ഞു വരുത്തുക, ഇതൊക്കെയാണ് അയാൾ അവിടെ ഈ പെൺകുട്ടിയെ ചെയ്ത്. ഇയാളുടെ ശല്യം, അത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ നിരന്തരമായിട്ട് ഒരാൾ പല കാര്യത്തിൽ പുറകെ നടന്ന് ശല്യമാണെങ്കിൽ നമ്മൾ പിന്നെ ആ ജോലി ഒന്നെങ്കിൽ വേണ്ട നോക്കും, അല്ലെ ഇയാളെ പറ്റി കംപ്ലൈന്റ് കൊടുത്ത് ഇയാൾക്കെതിരെ ആക്ഷൻ എടുപ്പിക്കാൻ നോക്കും. അങ്ങനെ ആക്ഷൻ എടുപ്പിക്കാൻ സീനിയർ നടനായ ടിനി ടോമിനെതിരെ ആക്ഷൻ എടുപ്പിക്കാനോ പറയാനോ എടുക്കാനൊന്നും അൻസിബയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ട് അൻസിബ നേരെ ഒഴിഞ്ഞങ്ങ് പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഇപ്പൊ വന്ന് ഞാൻ ഈ ആദ്യം പറഞ്ഞല്ലോ അതുല്യൊക്കെ പ്രതികരിച്ചത് കണ്ട് ഇപ്പൊ വന്ന് മീഡിയക്കാരോട് ഉള്ള സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യം ഒന്ന് കേൾക്കാവേ. ഞാൻ രാജിവെക്കാൻ കാരണം ടിനി ടോമേട്ടനാണ്. അദ്ദേഹം കുറെ നാളായി എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സംഘടനയാകുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ ഉണ്ടാവും, പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ടാവും, സമാഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിവൈരാഗ്യമായിട്ട് എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറപ്പാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താൻ താല്പര്യമുള്ള ആളുടെയൊക്കെ കൂടെ എങ്ങനെ കമ്മിറ്റിയിലിരിക്കും? ഞാൻ മത തീവ്രവാദിയാണ് അത്ര. ഞാൻ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത്ര. എന്നിട്ട് 2 വ്യക്തികളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം എനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കണില്ല. അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ മറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് നീന കുറുപ്പേച്ചി കേട്ടിട്ടുണ്ട്, ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ തൊഴിലിനെ ബാധിക്കും എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് മാധ്യമങ്ങളിൽ വരികയും അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വർക്കുകൾ കുറവാണ്, ഞാൻ ഉള്ള വർക്ക് വെച്ച് സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്കിനെ ബാധിക്കുകയോ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പല ആളുകളിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്തുനിന്ന് മനസ്സിലായി അറപ്പാണ് തോന്നുന്നത്. എന്താണ് അയാളുടെ ഭാഷകളും അയാളുടെ ചേഷ്ടകളും പുറകെ നടന്നുള്ള ശല്യവും എല്ലായിട്ട് അവിഹിതം മുഴുവൻ പറഞ്ഞു വരുത്തുക, ഇതെല്ലാം ചെയ്തുകൊണ്ട് അറപ്പ് തോന്നി. എന്നിട്ട് ഇപ്പോഴാണ് പ്രതികരിക്കുന്നത്. ഒരു സ്ത്രീയല്ലേ, ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഒരു കലാകാരി, എല്ലാവർക്കും ഒക്കെ കുറച്ച് ഇഷ്ടമുള്ള ഇതാണ്. ബിഗ് ബോസ് താരം കൂടെയാണ്. പിന്നെ ദൃശ്യത്തിലെ മോഹൻലാലിന്റെ മകളാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ പറയുന്ന പോലെ തന്നെ ഓവറായിട്ട് അവസരമൊന്നും ഇല്ല ആ കുട്ടിക്ക്. പിന്നെ എന്തിനാണ് ഈ അവസരം പോകുന്നും പറഞ്ഞൊക്കെ കിടന്ന് ഇങ്ങനെ താന്നു കൊടുക്കുന്നത്? എന്തിനാ? അവര് കയറി മെതിക്കത്തേ ഉള്ളൂ താന്നു കൊടുത്ത്. ഇപ്പൊ അതല്ലേ ഉണ്ടായി. അവസാനം ഒളിച്ചു ഓടുന്ന പോലെ പോയി. നീനാക്കുറിപ്പാണ് അപ്പറേ കേട്ടത് ഇപ്പറേ പറയുന്നത്. എന്നിട്ട് ആ നീനാക്കുറിപ്പിന്റെ വോയിസ് ഇപ്പൊ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അതുല്യോട് സംസാരിക്കുന്ന വോയിസ് ഒക്കെ ഉണ്ട്. അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എന്ത് ഇതെടുത്താലും പുറത്ത് പറയാൻ പാടില്ല, ഇതെല്ലാം അവിടെ സോൾവ് ചെയ്യണം. അത് അന്ന് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ, എന്തിനാണ് പുറത്ത് പറഞ്ഞെന്നുള്ള രീതിക്കാൻ കണ്ട വോയിസ് ചെയ്ത്. ഇവർക്കതാണ് അമ്മ സംഘടന ചീഞ്ഞ് അറിയാൻ അത് പുറത്തറിയരുത്. അപ്പൊ ഇതിന്റെ ഈ വാർത്തയായിട്ടുള്ളതെന്ന് കേൾക്കാം. ഇതില്ല. അന്ന് രാജിവെക്കുമ്പോൾ അൻസിബ പറഞ്ഞത് തനിക്ക് ജോലി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് അൻസിബ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ന്യൂസ് മലയാളത്തോട്. അൻസിബ പറയുന്നത് ടിനി ടോമാണ് താൻ താരസംഘടനയിൽ നിന്നും രാജിവെക്കുന്നതിന് കാരണക്കാരനെന്ന് അൻസിബ പറയുന്നു. തന്റെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വന്നത് ടിനി ടോം കാരണമാണ്. താൻ ആരോട് സംസാരിച്ചാലും ടിനി ടോം അവരെ ചേർത്ത് തന്നെക്കുറിച്ച് മോശം അപവാദ പ്രചരണം നടത്തുമായിരുന്നു, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുമായിരുന്നു. തനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, തന്നെ മതതീവ്രവാദിയാക്കാൻ ടിനി ടോം ശ്രമം നടത്തി എന്നുള്ളതാണ് അൻസിബ ഹസൻ പറയുന്നത്. തന്നെ മതതീവ്രവാദിയാക്കാനുള്ള ഒരു ശ്രമം ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായി. താൻ 2 പേരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ടിനി ടോം പറഞ്ഞു പരത്തി എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക വേദനയുണ്ടാക്കി. മാത്രമല്ല തന്റെ ജീനിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു. ഒരു ദിവസം കമ്മിറ്റിയിലെത്താൻ വൈകിയപ്പോൾ അവളുടെ ജീനിന്റെ സ്വഭാവം കാണിച്ചു എന്ന രീതിയിലും ടിനി ടോം സംസാരിച്ചു എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ടിനി ടോമിനെതിരെ അൻസിബ ഉയർത്തുന്നത്. മാത്രമല്ല ഇതിന് പല ആളുകളും തെളിവുണ്ടായിരുന്നു, പല ആളുകൾക്കും അറിയാമായിരുന്നു തന്നെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ അൻസിബ പറഞ്ഞു വെക്കുന്നുണ്ട്. ചില നടിമാരുടെ പേരെല്ലാം അൻസിബ പറയുന്നുണ്ട്. പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അവരെല്ലാം തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തനിക്ക് തുറന്നു പറയാനുള്ള ഒരു ഭയം ഉണ്ടായ കാര്യം, തനിക്ക് ജോലി ഉണ്ടാകില്ല, വളരെ ചുരുങ്ങിയ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ തനിക്ക് ലഭിക്കുന്നത്, ആ ചിത്രങ്ങൾ കൂടി ഉണ്ടാകില്ല എന്നൊരു ഭയം കൊണ്ടാണ് ഇവരോട് ഇക്കാര്യങ്ങൾ ഇതുവരെയും തുറന്നു പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ തനിക്ക് ആ ഭയം മാറിയിരിക്കുന്നു. എന്തായാലും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. നീനാക്കുറുപ്പ് അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യങ്ങൾ പലതും അറിയാമായിരുന്നു എന്ന് അൻസിബ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ടിനി ടോം താൻ വിജയിച്ചു കയറിയത് എല്ലാ അംഗങ്ങളുടെയും ആശീർവാദത്തോടെ ആയിരുന്നു. തനിക്ക് ഒരു എതിരാളി പോലുമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ അംഗങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട തന്നെ ആ അംഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ടിനി ടോം സമ്മതിച്ചില്ല എന്നുള്ളതാണ് അൻസിബയുടെ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അൻസിബയുടെ ആരോപണം. എന്തായാലും അംഗങ്ങളോടൊക്കെ ഇക്കാര്യം എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് മലയാളത്തോട് ഇക്കാര്യം പറയുന്നത് എന്നാണ് അൻസിബ പറഞ്ഞു വയ്ക്കുന്നത്. തനിക്ക് എല്ലാവരോടും പോയി ഇക്കാര്യം പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഇക്കാര്യം പുറത്തു വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇക്കാര്യം തുറന്നു പറയുന്നത്. എന്തായാലും ടിനി
ടിനി ടോമാണ് താരസംഘടനയിലെ തന്റെ പൊതുപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചത്. അത് ഒരു സ്ത്രീക്ക് കേൾക്കാവുന്നതിലും അപ്പുറം താൻ കേട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും താരസംഘടന പോലെയുള്ള ഒരു സംഘടനയിൽ സ്ത്രീകളാണ് ഇപ്പോൾ അധികാര സ്ഥാനത്തുള്ളത്. അങ്ങനെ അധികാര സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുമ്പോൾ പോലും തനിക്കൊരു സംരക്ഷണം കിട്ടിയില്ല എന്നുള്ളതാണ് അൻസിബ പറഞ്ഞു വയ്ക്കുന്നത്. സംരക്ഷണം അധികാര സ്ഥാനത്ത് ഇരുന്നിട്ട് കിട്ടിയില്ല എന്നൊക്കെ പരാതി പറയാൻ നാണമില്ല അൻസിബയ്ക്ക്. ഇത്രയും വഷള ചൊവ്വയോടുകൂടി അയാൾ നോക്കുകയും സംസാരിക്കുകയും ചെയ്ത് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. ആവശ്യമില്ലാത്ത അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു, എന്നിട്ട് അത് സഹിച്ചു. എല്ലാം തൊഴിലിനെ ബാധിക്കുമെന്നും പറഞ്ഞ് സഹിച്ച് മുന്നോട്ട് പോവുക. മറ്റെല്ലാവരുമായിട്ട് തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് ഇരുത്തിയ ഒരു പെണ്ണാണ്. ഇയാൾ ആ ഒരു ജോലിയിൽ അവിടെ തുടരാൻ സമ്മതിക്കാതെ ടോർച്ചർ ചെയ്ത് കുറെ നടന്നിട്ട് സഹിച്ചു പോവാം. നേർക്ക് നേരെ നിന്ന് പ്രതികരിച്ചാൽ എന്ത് ചെയ്യും? അയാൾ കൊല്ലുവോ? എന്തുണ്ടാവാനാണ്? അപ്പൊ ആ അവസരം പോകുന്നുള്ള ഒരു പേടി അതയക്കും അറിയാം. ഇപ്പൊ ടിനി ടോമിന്റെ ഈ ചൊറിച്ചില് സ്വഭാവം കണ്ടിട്ട് ഇയാൾ ഇന്നാള് പണ്ടൊരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഒത്തിരി വിവാദങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഒരാളുടെയൊക്കെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അവസാന കാലത്ത് അയാള് പാട്ടിന് വേണ്ടി ജയചന്ദ്രന്റെ കാര്യമാണോ? അതെ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞു. പിന്നെ ഈയുടെ മകനെ മലയാള സിനിമയിലേക്ക് വിടാത്തത് മയക്കുമരുന്നിന്റെ ഇതാണ് മലയാള സിനിമ, അതുകൊണ്ട് കൊള്ളിയല്ലാത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ പേപ്പർ ന്യൂസും മീഡിയ ന്യൂസും നമ്മൾ കേട്ടായിരുന്നു ഈയുടെ മകൻ മയക്കുമരുന്നിന് ഇതായിരുന്നു. പിന്നെ ആ ന്യൂസ് പൊങ്ങി വന്നിട്ടില്ല. ഇത് സിനിമയിലോട്ട് വിടാഞ്ഞിട്ടും പോലീസ് പിടിച്ചത് കഞ്ചാവോടുകൂടി മകനെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ പറയുന്ന ഒന്ന് പ്രവൃത്തി വരെ. ടിനി ടോമിന്റെ ഈ പെൺകുട്ടി പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ നാട്ടും പുറങ്ങളിൽ ശ്രദ്ധിച്ച ഈ വിദേശത്ത് പോകുന്ന ഭർത്താവ് ഉള്ളവരുണ്ട്. വിദേശത്ത് ഭർത്താവ് പ്രവാസികളുടെ ഭാര്യ എന്ന് പറയും. പ്രവാസികളുടെ ഭാര്യ ഭർത്താവ് അവിടെ കിടന്ന് വിഷമിക്കുമ്പം അവരിവിടെ മക്കളെ ഈ കൊച്ചു കുസൃതി പിടിച്ച മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരാനൊക്കെ വലിയ പാടാണ്. അവരെ വളർത്താൻ വേണ്ടിയും പിന്നെ വീട്ടുകാര്യം ഭർത്താവ് ചെയ്യേണ്ട പല കാര്യവും കൂടെ ഭാര്യ ചെയ്യാനൊക്കെ നെട്ടോട്ടോടി ഇല്ല ഓടുമ്പത്തേന് ഈ ചില ഫ്രീ സർവീസുമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ചിലരിഞ്ഞിറങ്ങും. പുരുഷ കേസരിമാര്. ഇവരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, അവളുടെ ഭർത്താവ് ഗൾഫിലാണ്, അവൾക്ക് എന്തിന്റെയൊക്കെയോ കുറവുണ്ട്, ഞങ്ങൾ അതങ്ങ് നേഴ്ത്തി കൊടുക്കാം എന്നുള്ള രീതി പതുക്കെ ട്യൂൺ ചെയ്യാനിരിക്കും. അല്ല അന്തസ്സായിട്ട് കുടുംബത്തിൽ വെച്ച് പെണ്ണുങ്ങൾ പോടാവില്ല എന്നുള്ള രീതിക്ക് പെരുമാറും. അപ്പൊ പിന്നെ ദേഷ്യമാവും. ഒട്ടനെ തന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ പെണ്ണിനെ കുറിച്ച് എങ്ങനെയെല്ലാം മോശം കഥകളും അപവാദങ്ങളും നാട്ടി പരത്താവോ മുഴുവൻ പരത്താം. അവസാനം അവള് പൊതുമുതലാന്നേ. അവള് ഈ രാവിലെ ഒരുങ്ങി പോകുന്ന എങ്ങോട്ടാന്ന് ഓർക്കുന്നത്? അവന്റെ കൂടെയാന്നേ. ആരുടെയും കൂടെ അല്ല, കണ്ടിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ല ഒന്നുമില്ല. പറഞ്ഞ് അവളെ അങ്ങ് മോശക്കാരിയാക്കി അവിഹിതത്തിന്റെ ആളാക്കി വേണമെങ്കിൽ ഒരു ഊമക്കത്തോ ഒരു ഊമ ഫോണും പ്രവാസിക്ക് അയക്കുകയും ചെയ്യും വിദേശത്തേക്ക്. അത്രയും കഴപ്പ് മൂത്ത കുറെ അവന്മാര് നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. അതായത് ആ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നുള്ള ഒരു രീതിയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അങ്ങനെ ആ ടൈപ്പ് തന്നെ അമ്മാവ സ്റ്റൈൽ അല്ലെ പരദൂഷണ പുരുഷന്മാരെ എല്ലാരെയും അല്ല കേട്ടോ, പുരുഷന്മാരെ അല്ല പറഞ്ഞു, അല്ലെ ഇനി അത് ഞങ്ങളും അങ്ങനെയുള്ളെന്ന് പറഞ്ഞു, എല്ലാരെയും അല്ല പറഞ്ഞ് ചില അവന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെയല്ലേ ടിനി ടോം ഇതിന്റെ അകത്ത് ചെയ്തേ. അൻസിബയെ കുറിച്ച് അവിടെ ഒരു പരദൂഷണ അവഗീത കഥ പാടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവള് പോകുന്നുണ്ട്. പിന്നെ എന്റെ കൂടെ പോന്നാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിക്കല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വഴങ്ങുന്നില്ലെന്ന് കാണുമ്പോഴത്തേക്കിന് കലിപ്പാവുന്നു. ആ കലിപ്പ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവരെ കുറിച്ച് അങ്ങ് പരദൂഷണം പറയാം. എന്തൊക്കെ പറയാവോ അതൊക്കെ പറയാം. പരദൂഷണം പറഞ്ഞിട്ട് ഒന്നും ഏക്കുന്നില്ലെന്ന് കണ്ടപ്പോ മത തീവ്രവാദിയാക്കി ഇവള് ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാരെ ചേർക്കുന്നത്. പിന്നെ അതിനല്ലേ ആ പെൺകുട്ടിക്ക് നേരം. ചെറിയ ന്യൂജൻ പെങ്കൊച്ച, അതാണ് ആ കൊച്ചു ചെയ്യാൻ പോകുന്നത്. അത് പറയുമ്പോ ഇച്ചിരി ഒരു ഗൗരവമായിട്ട് എടുക്കുമല്ലോ. എന്റെ പൊന്നെ സമ്മതിക്കണം. വെറും ഇവരൊക്കെ എന്താ, ഇയാള് മമ്മൂട്ടിയൊക്കെ പണ്ട് അവതരിപ്പിക്കാൻ നമ്മൾ അത്രയും കയ്യടി കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ വാചകം. അമ്മ സംഘടന അല്ലെ സിനിമാക്കാർക്കിടയിൽ നടക്കുന്ന കാര്യം പുറത്തറിഞ്ഞ ഇവരെ അഭിനയിക്കുന്ന സിനിമ പോലും നമ്മൾ പിന്നെ കാണുകയില്ല. അത്ര വെറും വൃത്തികെട്ട ജന്തുക്കള്, അങ്ങനെ തന്നെ പറയാം. അത് അവർക്കറിയാം, സ്വയം തിരിച്ചറിയാം അവർക്ക്. അതുകൊണ്ട് അവരൊന്നും പുറത്തറിയിക്കാതെ രഹസ്യമായിട്ട് വെക്കും. ഈ കുറെ മേക്കപ്പ് ഇട്ട് പുരുഷന്മാര്, സ്ത്രീകളെക്കാട്ടും മോശം പുരുഷന്മാരെ തുറന്ന അശ്ലീല സംസാരമല്ലാതെ ഒരാളുടെ വായിന്ന് പുരുഷന്മാരുടെ വായിന്ന് വീഴുന്നില്ല. ഒന്നോ രണ്ടോ പേര് കാണുന്നില്ല, ബാക്കി കംപ്ലീറ്റ് പെണ്ണെന്ന് പറഞ്ഞ എന്തിനോ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതല്ലാതെ അവർക്ക് പെണ്ണിനെയും തിരിച്ചറിയത്തില്ല. അവരുടെ ഒന്നും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്ര വൃത്തികെട്ടവന്മാരാണ് സകലരും. ഈ പെങ്കൊച്ചിനോട് പറഞ്ഞിരിക്കുന്നിടത്ത് വല്ല റെക്കോർഡ് ചെയ്ത് ഈ പെങ്കൊച്ച് വെച്ച് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ തലേ കൈ വെച്ചിടും. കാരണം ഉണ്ണീശുപാല് പറഞ്ഞു വരുത്തിയ പരദൂഷണം ലോകത്താർക്കും കേൾക്കാൻ വരുന്ന ഞാൻ സോഷ്യൽ മീഡിയയിൽ എങ്ങാണ്ട് കേട്ടു. ഒരു അറയ്ക്കുന്ന വിധത്തിലുള്ള പരദൂഷണം പറയുന്നു. ഇതൊക്കെ ആണാണോ അല്ലേ? ആണുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാധനങ്ങൾ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.